വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്നതായ പ്രയാസങ്ങളെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായമാണ്. എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് ദൈവത്തോട് എങ്ങനെ ഒരു വിശ്വാസി കൂടുതൽ അടുക്കണമെന്നും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നൊക്കെയും ഈ ലേഖനത്തിലൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകം എന്നാണ് എബ്രായ ലേഖനം അറിയപ്പെടുന്നത്. 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതെ, വിശ്വാസത്തോടെ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവികമായ കൃപകൾക്ക് വേണ്ടി, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച ഭക്തന്മാരുടെ ജീവിതമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വിശ്വാസത്താൽ അവര് കീഴടക്കിയതിനെ കുറിച്ച്, വിശ്വാസത്താൽ ദൈവപ്രവർത്തികൾക്കായി അവരുടെ ജീവിതം സമർപ്പിച്ചതിനെ കുറിച്ചൊക്കെയുമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് അവരെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്? വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി സിംഹങ്ങളുടെ വായെ അടച്ചു. അവർക്ക് പ്രതികൂലമായി നിന്നതായ സാഹചര്യങ്ങളെ വിശ്വാസത്താൽ വീരന്മാരെ നേരിടുവാനായിട്ട് തയ്യാറായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, നാം ഈ കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ നാമും വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്നതായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നമ്മളും വിശ്വാസത്താൽ അതിജീവിക്കണമെന്ന് ലേഖനകർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിൽ മുന്നറിയിപ്പ് നൽകുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടണമെന്ന് വിശ്വാസിക്ക് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഓട്ടത്തിന് തടസ്സമാകുന്ന 2 കാര്യങ്ങളാണ് ഭാരവും പാപവും എന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അനുവദിക്കുകയില്ല. ജീവിതത്തിലെ ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, അധ്വാന ഭാരത്താൽ വലയുന്നതായ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്ന് ഈ അധ്യായത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം നാം സ്ഥിരതയോടെ ഓടിത്തീർക്കണമെങ്കിൽ നമ്മുടെ ഭാരം നാം ഇറക്കി വെച്ച് ഓടേണ്ടത് ആവശ്യമാണ്. മുറുകെ പറ്റുന്ന പാപം നാം വിട്ടോടണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപമംഗലമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെയും വേർപെട്ട ഒരു വിശ്വാസി ജീവിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ബിരുദം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന നമ്മുടെ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്നതായ ലക്ഷ്യം താൻ നേടിയെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, നമുക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നാം ചെല്ലണമെങ്കിൽ, നാം ഓടിയെത്തണമെങ്കിൽ സകല ഭാരവും പാപവും എല്ലാം വിട്ടോടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം ഓടണമെന്ന് നമ്മൾ സ്ഥിരതയോടെ നാം ഓടുക തന്നെ ചെയ്യണം. സ്ഥിരതയാ നാം പ്രാപിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.